ഹലോ! ജർമ്മനിയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ഓണാണിത്. ഫ്രോസൺ സദ്യ വാങ്ങിച്ച് കഴിക്കാമെന്നായിരുന്നു ആദ്യം പ്ലാനെങ്കിലും പിന്നീട് പ്ലാൻ മാറ്റി ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ 2-3 ഷോപ്പിൽ കയറിയിട്ടാണ് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ എൻ്റെ വീട്ടിലെ സദ്യക്ക് പൊതുവെ ചിക്കൻ കൂടി വിളമ്പുന്നതുകൊണ്ട് കുറച്ച് ചിക്കനും കൂടി വാങ്ങിച്ചു. തലേന്ന് തന്നെ പച്ചക്കറിയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് കരുതി. കാരണം നാളെ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിനാണ്. പിന്നെ അവിയലിനും തോരനും ഉള്ളത് ഞാൻ ഇന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കൂട്ടുകറിക്കുള്ള കടലയും വെള്ളത്തിലിട്ടു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എൻ്റെ കയ്യിൽ കിട്ടാവുന്ന പൂക്കളും ഇലകളൊക്കെ വെച്ച് ഞാനൊരു കുഞ്ഞു പൂക്കളം ഉണ്ടാക്കി. പൂക്കളം എന്ന് പറയാൻ പറ്റില്ല, കൂടുതലും ഇലകളായതുകൊണ്ട് തന്നെ ഒരു ഇലക്കളം എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ. നേരെ അടുക്കളയിൽ ചെന്ന് ആദ്യം തന്നെ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് കരുതി. ഉപ്മാവാകുമ്പോൾ പിന്നെ സ്പെഷ്യൽ കറികളൊന്നും വേണ്ട. പിന്നെ ഉച്ചയ്ക്ക് ഇത്രയും കറികൾ ഉണ്ടാക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ ഉപ്മാവിൽ അങ്ങ് ഒതുക്കി. എനിക്കിന്ന് ഷിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ സദ്യ ഉണ്ടാക്കാമെന്ന് കരുതിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളും ഫ്രോസൺ സദ്യ തന്നെ ആയിരിക്കും വാങ്ങിച്ച് കഴിക്കാറുണ്ടായിരുന്നത്. ഫ്രോസൺ സദ്യ ആകുമ്പം അതിൽ ചോറില്ല, പിന്നെ പല കറികളും കുറവാണ്. പിന്നെ ഒരു നേരത്തേക്കോ 2 നേരത്തേക്കൊക്കെ മാക്സിമം കിട്ടിയാലായി. ഇതിപ്പം ഞങ്ങൾക്ക് 4 പേർക്കും കൂടി 3-4 നേരത്തേക്ക് സാധനം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. യാതൊരുവിധ ഐഡിയ ഇല്ലാണ്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സദ്യ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ റെസിപ്പീസ് അമ്മേനെ വിളിച്ചിട്ട് അമ്മ പറഞ്ഞു തന്നു. പിന്നെ കുറച്ച് യൂട്യൂബ് നോക്കി. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ചിക്കൻ ബംഗാളി. അത് ലൂസിയുമാണ് എനിക്ക് പറഞ്ഞത്. ആണെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്ലാണ്ട് വേറെ ഒരു പൊടികളും ആവശ്യമില്ല. ഫ്രോസൺ സദ്യ അല്ലാണ്ട് സദ്യ ഉണ്ടാക്കാമെന്ന് കരുതിയപ്പം ആദ്യ ക്രൈറ്റീരിയ ബഡ്ജറ്റിൽ ഒതുങ്ങണം എന്നുള്ളതായിരുന്നു. നമുക്ക് ഒരാൾക്ക് 14 യൂറോ ആണ് ആയത്. കണ്ടപ്പോഴാ ഒരു വർഷം മുമ്പ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില ഇത് ഐസ് ക്യൂബാക്കി വെച്ചതാന്നേ. ഓൾറെഡി ബീട്രൂട്ട് പച്ചടിയും കക്കരിക്ക പച്ചടിയും ഞാൻ ഉണ്ടാക്കി വെച്ചു. ബീട്രൂട്ട് ഉപ്പേരിക്കുള്ളതാണ്. പക്ഷേ ഈ കൂട്ടുകറി ഉണ്ടാക്കിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. ആ സ്മെല്ല്, ആ വറുത്തിട്ട തേങ്ങ ഇട്ടപ്പോൾ കിട്ടിയ ഒരു മണമുണ്ട്, എൻ്റെ പൊന്നോ! എന്താ മണമായിരുന്നെന്നറിയോ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഇതിൽ ചേനയൊന്നുമില്ല. ആകെ കടലയും പച്ചക്കായും മാത്രമേ ഞാനിതിൽ ഇട്ടിട്ടുള്ളൂ. ആദ്യമൊക്കെ ഒറ്റ അടുപ്പിലായിരുന്നു. പിന്നെ പിന്നെ 2 എണ്ണമൊക്കെ ആയിന്നേ. ഇതെൻ്റെ അമ്മ സ്പെഷ്യൽ ചിക്കനാട്ടോ. തേങ്ങയൊക്കെ ഇട്ടൊരു ഉരുക്ക്. കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ ചോറും പപ്പടവും പായസവും ഉണ്ടാക്കിയത്. പായസം അടപ്പായസമാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. പായസത്തിനുള്ളത് ഞാൻ മിക്സ് ആട്ടോ വാങ്ങി. ഞങ്ങളുടെ സദ്യ പപ്പട പായസം, ക്യാരറ്റ് തോരൻ, കടുമാങ്ങ അച്ചാറ്, മോര് കറി, ബീട്രൂട്ട് പച്ചടി, ഉള്ളി അച്ചാറ്, ചിക്കൻ ബംഗാളി, അവിയൽ, കൂട്ടുകറി, കക്കരിക്ക പച്ചടി, സാമ്പാർ, ബീട്രൂട്ട് ഉപ്പേരി, ചിക്കൻ ഉരുക്ക്, ശർക്കര വരട്ടിയത്, ചിപ്സ്, പിന്നെ നമ്മുടെ SAS പേപ്പർ വാഴയില. ഇപ്പോഴേക്കും നാട്ടിൽ അച്ഛനും അമ്മയ്ക്കും എൻ്റെയും ചേച്ചിയുടെയും വക ഓണക്കോടി എത്തി. കൂട്ടത്തിൽ കുറച്ച് പൂക്കളും പിന്നെ ഈ കൊടുത്ത എൻ്റെ ഫ്രണ്ട് അബിയുടെ വകയായിട്ട് അമ്മയ്ക്ക് 2 പാക്കറ്റ് പായസം മിക്സും കിട്ടി. അച്ഛനമ്മയും തീരെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അവരെ മുഖത്ത് ആ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റെഡിയായി. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പുറത്തേക്ക് അങ്ങ് ഇറങ്ങി. ദൂരേക്കൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ ഡോമിൻ്റെ താഴെ തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. റീൽസിനും പിന്നെ അല്ലാണ്ട് ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ്. ഇതിലാദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ളൊരു ഓണം. പിന്നെ അമ്മ വീട്ടിലിട്ട പൂക്കളത്തിൻ്റെ ഫോട്ടോ, ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൊച്ചിൻ്റെ കൂടെയുള്ള ഫോട്ടോസ്. ശരിക്കും അമ്പിളി ജനിച്ചിട്ട് അവളുടെ കൂടെ ഞാൻ ഒരു ഓണം പോലും ആഘോഷിക്കാണ്ട് ഇരുന്നിട്ടില്ല. ശരിക്കും ഞാൻ എൻ്റെ കൊച്ചിനെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ പട്ടുപാവാടയൊക്കെ കൊടുത്ത് രാവിലെ പൂക്കളൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ച് ഹാപ്പി ആയിരിക്കുന്നെന്ന് പറയുമ്പോൾ ഞാനും ഹാപ്പി. കാരണം അവർ ദുബായിലാണെങ്കിലും അവരെക്കൊണ്ട് പറ്റുന്ന പോലെ അവർ ഓണം ആഘോഷിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞങ്ങൾ 2 പേരില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഞങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഈ ഓണത്തിന്. എന്നിരുന്നാലും എല്ലാവർക്കും ഹാപ്പി വേണം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.